ദേ കുറച്ച് ചിക്കൻ പാർട്സ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിന്ന് ഇത് കറി വയ്ക്കുന്ന വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്കിതൊന്ന് നന്നായിട്ട് അത് ചെറുതായിട്ടൊന്നും കൂടെ ഒന്ന് കട്ട് ചെയ്ത് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് വരാം. ദേ ഇത് ഞാൻ നന്നായിട്ട് കഴുകി വെള്ളം വാലാൻ വെച്ചിട്ടുണ്ടേ. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് കുരുമുളക് പൊടിയാണ്, ആവശ്യത്തിന് ഉപ്പ്. ഇത് മിക്സ് ചെയ്തെടുക്കണം. ദേ ഇത് തട്ടി നന്നായിട്ട് ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ദേ ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് അപ്പോഴത്തേക്ക് ഉള്ളിയൊക്കെ റെഡിയാക്കാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊന്ന് ചതച്ചെടുക്കാം. പച്ചമുളക് എല്ലാം പഴുത്തു പോയതാണേ. ദേ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ നമുക്ക് ചിക്കൻ പാഴ്സല് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കിതൊന്ന് നോക്കാം. ഇതേ കണ്ടോ, ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് കുറച്ചുകൂടെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് അടപ്പ് തുറന്ന് ഇത് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. നമുക്കൊന്ന് നോക്കാം. ദേ നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. വെന്തിട്ടുണ്ട്. നമുക്ക് അടുപ്പത്തു നിന്നൊന്ന് മാറ്റിയിട്ട് വേറൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. കുറച്ച് ഓയിൽ ചൂടായി സവാള ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് നേരത്തെ അരച്ച് വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ച മണം മാറുമ്പോൾ നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചില്ലേ അതിലോട്ട് ഈ അരപ്പ് തട്ടി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മല്ലിയിലയും കരിവേപ്പിലയും ഇല്ല. അപ്പോൾ ഇതെന്താ ആഫ്രിക്കൻ മല്ലിയിലയോ? ഇത് രമ്പയില. നമുക്ക് തൽക്കാലം ഇത് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ചിക്കൻ പാർട്സ് കറി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇത് ചോറിനൊപ്പമോ ചപ്പാത്തിക്കൊപ്പമോ പുട്ടിനൊപ്പമോ ഒക്കെ കഴിക്കാൻ നല്ല ഒരു കറിയാണ്.